തെവെനിൻ തിയറം ഉപയോഗിച്ച് കറണ്ട് കണ്ടുപിടിക്കുകയാണ് 7 ഓമിലൂടെ. നേരത്തെ മാതിരി തന്നെ 2 വോൾട്ടേജ് സോഴ്സ്. പക്ഷേ ഇപ്പോൾ 6 വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് എക്കും സിക്കും ഇടയിലല്ല, സിക്കും ഡിക്കും ഇടയിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സർക്യൂട്ടിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ടിലൂടെ നോക്കുമ്പോൾ പിന്നെ ഓപ്പൺ ആദ്യം എന്ത് ചെയ്യുന്നു, എയും ബിയും അല്ല മീൻ 7 ഓമിനടുത്ത് കളയുന്നു, എ ബി ഓപ്പൺ ആക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നോ തെവെനിൻ വോൾട്ടേജ് എന്നൊക്കെ വിളിക്കാം. അങ്ങനെ തെവെനിൻ വോൾട്ടേജിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു, ഈ സർക്യൂട്ടിലൂടെ ഈ പാത്തിലൂടെയുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യം അറിയേണ്ടത് 1 ഓമിലൂടെ കറണ്ട് ഫ്ലോ പോകുന്നില്ല. നമുക്ക് വി ടി എച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പോസിറ്റീവ് ടെർമിനൽ, എക്ക് പോസിറ്റീവും ബിക്ക് നെഗറ്റീവും മാർക്ക് ചെയ്യുക. സിയിൽ നിന്ന് ഡി ബി എ സി വരെയുള്ള ഒരു ക്ലോസ് പാത്ത് കൺസിഡർ ചെയ്യുക. അതിനു മുമ്പ് ഈ 3 ഓമിലൂടെയുള്ള റെസിസ്റ്റൻസ് നമ്മൾ കാണേണ്ടതുണ്ട്. 3 ഓമിലൂടെയുള്ള വോൾട്ടേജ് നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഇ സി ഡി ഇ എഫ് എന്ന് പറയുന്ന ക്ലോസ് പാത്തിലും സി ഡി എഫ് ഇ എന്ന് പറയുന്ന ക്ലോസ് പാത്തിലും ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നത് കെ വി എൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ഒന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി നെഗറ്റീവിന് പഴയതുപോലെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ആറിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, 6 വോൾട്ട് പോസിറ്റീവ്. 3 ഓമിലൂടെ ഉള്ള വോൾട്ടേജിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് 3 ഇൻറ്റു ഐ എന്നാണ്. 3 ഓം ഇൻറ്റു ഐ. 3 ഓം ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം മുകളിൽ പ്ലസ് ടു മൈനസ്, ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ് ടു മൈനസ് വോൾട്ടേജ് ഡ്രോപ്പാണ്. പ്ലസ് നിന്ന് നെഗറ്റീവ് പോകുമ്പോൾ ഡ്രോപ്പാണ്. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് 6 പോസിറ്റീവ്, 6 അതായത് +6 എന്നെടുത്തു, +3 ഐ എന്നെടുത്തു. പക്ഷേ ഇവിടെ നോക്കുക, ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ക്ലോക്ക് വൈസ് തന്നെയാണ് പോകുന്നത്. സി കഴിഞ്ഞ് ഡി കഴിഞ്ഞ് ഡി കഴിഞ്ഞിട്ട് എഫ് കഴിഞ്ഞ് എഫ് നിന്ന് ഇയിലേക്ക് പോകുമ്പോൾ നെഗറ്റിവിറ്റി പോസിറ്റീവാണ്. പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കഴിഞ്ഞിട്ടല്ലേ പോസിറ്റീവ് വരുന്നത്. എഫിൽ നിന്ന് ഇയിലോട്ട് പോകുമ്പോൾ അതുകൊണ്ട് അത് -8 -18 എന്നെടുത്തു. പിന്നെ വീണ്ടും ഇവിടെ നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇ ടു സി എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സിയിൽ നിന്ന് സിയിലേക്കല്ലേ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ അല്ലേ പ്ലസ് വരിക, ഇവിടെ അല്ലേ മൈനസ് വരിക. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കല്ലേ കറണ്ട് വിടുക. അതുകൊണ്ടാണ് വീണ്ടും 6 ഇൻറ്റു ഐ എന്ന് അവിടെ പ്ലസ് ആയിട്ട് +6 ഇൻറ്റു ഐ എന്ന് എഴുതാൻ കാരണം. ഇതെല്ലാം കൂടെ ഈ വോൾട്ടേജ് എല്ലാം കൂടി കൂട്ടിയാൽ 0 ആണെന്നാണ് ക്രിച്ച്ഹോഫ് പറയുന്നത്. അപ്പം 3 6 കൂടി കൂട്ടിയാൽ 9 ആയി. 6ൽ നിന്ന് 18 പോയാൽ -18 ആണ്. അപ്പോൾ വലിയതിൻ്റെ ചിഹ്നമായ മൈനസ് ഇടുന്നു. 18 നിന്ന് 6 കുറച്ച് 12 ആക്കുന്നു, =0. സോ ഐ = 12/6, 2.83. 12/9, 12/9 ഇൻറ്റു 3 കാണാനുള്ള കാരണം എന്താ? 3 ഓമിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാണാനാണ് 4. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സി ഡി ഇ ബി എ സി എന്ന് പറയുന്ന ആ ലൂപ്പിൽ വീണ്ടും ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. 6 വോൾട്ട് പ്ലസ് ആയിട്ട് എടുത്തു, നേരത്തെ തന്നെ +2 മൈനസ്, വീണ്ടും +2 മൈനസ് 4 വോൾട്ട്. അതായത് വോൾട്ടേജ് അക്രോസ് 3 ഓമിനുള്ളത് 4 വോൾട്ട്. അതുകൊണ്ടാണ് 4 പ്ലസ് ഇട്ടിരിക്കുന്നത്, 6 പ്ലസ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ബിക്ക് നെഗറ്റീവ്, എക്ക് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വി എ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ഇട്ടു. വി എ ബി ഇപ്പുറം ചാടിയാൽ 10 വോൾട്ട്. വി എ ബിനെ തന്നെയാണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. എ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് ഈ 10 വോൾട്ട് പോസിറ്റീവ് സൈൻ കാണുന്നത് കൊണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കഴിഞ്ഞ് ആ 18 വോൾട്ടിനെയും 6 വോൾട്ടേജ് സോഴ്സിനെയും ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 6ഉം 3ഉം പാരലലാണ്. 6 × 3 ഡിവൈഡ് ബൈ 6 + 3, 18/9 2 ഓം. 2 ഓമും 1 ഓമും കൂടി കൂട്ടിയാൽ 3 ഓം. 3 ആണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. 10 വോൾട്ടേജ്. എ എന്ന് പറയുന്ന ഇപ്രാവശ്യം പോസിറ്റീവ് ടെർമിനലാണ് കടത്തിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയ വാല്യൂം പോസിറ്റീവാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്കാണ് കറണ്ട് വരുന്നത്.
7 ഓം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 7 + 10 10 ഓമായി. 10/10 1 ആംപിയർ ആയി. ഈ 1 ആംപിയർ കറണ്ടാണ് 3 ഓമിലൂടെയും 7 ഓമിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ് കറണ്ട് ത്രൂ 7 ആംപിയർ 7 ഓം ആണ്. ദാറ്റ് ഈസ് 1 ആംപിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.